അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ മറകൾക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണോ, ഇറാനെതിരെയുള്ള ഒരു യുദ്ധത്തിനുള്ള നീക്കം നടത്തുകയാണോ എന്ന കാര്യം ഇപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇറാനെതിരെ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്തായാലും ആ നീക്കത്തിൽ നിന്ന് ഖേദം പ്രകടിപ്പിക്കേണ്ടി വരും. അതിൽ ട്രംപ് ദുഃഖിതനാകേണ്ടി വരും എന്ന് ഇറാൻ മറ്റൊരു ഭാഗത്ത് പറയുന്നു. ഞങ്ങൾ ഈ ഉപരോധങ്ങളെ മൗനിയായി നോക്കിക്കാണുകയില്ല, നേരെ മറിച്ച് അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കും എന്ന ഭീഷണിയും ഇറാന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഇറാന്റെ പാർലമെന്റ് അംഗമായ ഇബ്രാഹിം റദായിയാണ് ഈ ഒരു പ്രധാനപ്പെട്ട വാർത്ത പറയുന്നത്. ഇപ്പോൾ കുവൈത്ത്, അതുപോലെ തന്നെ ഖത്തർ, അതുപോലെ UAE ഈ രാഷ്ട്രങ്ങളുടെ എയർപോർട്ടുകളിൽ, അവരുടെ എയർബേസുകളിൽ അമേരിക്കയുടെ ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത വന്നിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവരുടെ വീടുകളെ ശത്രുവിന്റെ കോട്ടകളാക്കി മാറ്റുകയാണ്. ശത്രുക്കൾക്കുള്ള ഒരു ഇടമാക്കി അവരുടെ വീടുകളെ, താവളങ്ങൾ അവർ മാറ്റുകയാണ്. എന്തായാലും ഈ നീക്കത്തിന് നിങ്ങൾ വലിയ രൂപത്തിൽ വില നൽകേണ്ടി വരും. അനന്തര ഫലങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ പിന്നീട് അതിന്റെ പേരിൽ ഒരിക്കലും തന്നെ വേവലാതി പെടരുത് എന്നുകൂടെ അദ്ദേഹം പറയുന്നു. ഇറാനെതിരെയുള്ള ഒരു നീക്കം നടത്താൻ അത്തരത്തിലുള്ള ഒരു സഹായം ഖത്തറിന്റെയും UAEയുടെയും കുവൈത്തിന്റെയും ഭാഗത്തും ഉണ്ടാകുന്നുവെങ്കിൽ ശക്തമായ രൂപത്തിലുള്ള തിരിച്ചടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകും. പിന്നീട് അതിൽ ഒരിക്കലും ദുഃഖിതരാകരുത്, അല്ലെങ്കിൽ ആശങ്കപ്പെടരുത്. തീർച്ചയായും അടിയുണ്ടാകും എന്ന് തന്നെയാണ് ഇറാന്റെ പാർലമെന്റ് അംഗം പറയുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള ചില നീക്കങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്? ഇറാന്റെ ഭാഗത്ത് അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിടാനുള്ള ചില നീക്കങ്ങൾ കണ്ടതുകൊണ്ടാണോ? അമേരിക്ക ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിന്റെ സാധ്യതകളെ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കാനുള്ള വിമാനങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിൽ, ഈ അറബ് രാഷ്ട്രങ്ങളിൽ സജ്ജമാക്കുന്നത് എന്ന പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.